ഡൽഹിയിൽ രാജീവ് ചന്ദ്രശേഖറെ നേരിട്ട് കാണാൻ എത്തിയിരുന്നു. ഛത്തീസ്ഗഡിൽ മോചിതരായ കന്യാസ്ത്രീകൾ, അവരുടെ ബന്ധുക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം ജയിലായിരുന്ന സമയത്തൊക്കെ ഞാനിവിടെ ഉണ്ട്. ആരൊക്കെ ഇതിനു വേണ്ടി പരിശ്രമിച്ചു, ജാമ്യത്തിന് വേണ്ടി പരിശ്രമിച്ചു എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരോടൊക്കെ ഒന്ന് നന്ദി പറയണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഈ ജയിൽ മോചനം ഒരു താൽക്കാലിക ആശ്വാസമാണെങ്കിലും അതിൽ കൃത്യമായൊരു ആശ്വാസം എന്നുള്ളത് ഈ കേസ് റദ്ദാക്കുക എന്നുള്ളതാണ്. തീർച്ചയായും അത് ആ കാര്യം കൂടി ഞങ്ങൾ അദ്ദേഹമായിട്ട് സംസാരിച്ചു. ആ ഒരു പ്രശ്നം കൂടി ഞങ്ങൾ അദ്ദേഹത്തെ സംസാരിച്ചു. അദ്ദേഹം ഞാൻ പറഞ്ഞില്ലേ, ഒരു കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് അദ്ദേഹത്തിന് അതിനൊരു വ്യക്തമായി അങ്ങനെ പറയാൻ സാധിക്കില്ല. എന്നാലും ഞങ്ങളുടെ ടെൻഷനും ആശങ്കയും അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. തീർച്ചയായിട്ടും ആശങ്കയുണ്ട്. ആ ആശങ്കയും കൂടി പറയാൻ കരുതിയാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ ആശങ്ക പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് എനിക്ക് മനസ്സിലാക്കാനുള്ളത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അദ്ദേഹം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി, എല്ലാം വ്യക്തമായിട്ട് അദ്ദേഹം മനസ്സിലാക്കി എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു സന്തോഷം. അപ്പോൾ കന്യാസ്ത്രീകളുടെ കൂടെ BJP ഉണ്ടാവും എന്നൊരു ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഈ ജയിൽ മോചനം ഇത് തുടർന്നുള്ള കേസുകളൊക്കെ റദ്ദ് ചെയ്യാനൊക്കെ ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അറസ്റ്റ് ചെയ്തതും BJP ആണ്, ഇപ്പോൾ മോചനത്തിന് ശ്രമിക്കുന്നതും BJP ആണ്. അല്ല, നമ്മളിപ്പോൾ നടക്കുന്ന കാര്യം, ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ, നമ്മളത് കഴിഞ്ഞിട്ട് എന്ത് നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അതങ്ങനെ സംഭവിച്ചു. പക്ഷേ അവിടെ നിന്ന് തുടർന്ന് എന്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മളിപ്പോൾ അന്വേഷിക്കുന്നത്. പക്ഷേ അറസ്റ്റ് ചെയ്തതിൽ BJPക്ക് ഒരു റോളില്ലേ? BJP ഭരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്, അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളാണ് രാജീവ് ചന്ദ്രശേഖർ. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ഉറപ്പ് തന്നു എന്നാണ് പറയുന്നത്? അല്ല, തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചെങ്കിലും പിന്നീട് അതിൻ്റെ തുടർ നടപടികൾക്ക് നമ്മളോട് കൂടെ ഉണ്ട് അദ്ദേഹം. കാരണം അതങ്ങനെ അന്ന് സംഭവിച്ചായിരിക്കും. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ നിലപാടുകളാണ് ഞാൻ പറഞ്ഞത്. രാജീവ് ചന്ദ്രശേഖറെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി ഡൽഹിയിൽ ഛത്തീസ്ഗഡിൽ മോചിതരായ കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ, ഒപ്പം കന്യാസ്ത്രീകളുണ്ടായിരുന്നു. ഇവർ രാജീവ് ചന്ദ്രശേഖറെ കണ്ടിരുന്നു. അവരുടെ ആശങ്കകൾ അദ്ദേഹത്തോട് പറയാൻ സാധിച്ചു. ആ ആശങ്കകളൊക്കെ അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം അതെല്ലാം കേട്ടു. കാര്യങ്ങൾ കൃത്യമായ ഇടപെടലോടുകൂടി പരിഹരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന കാര്യമാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്.